ഹായ്, ഇന്നലെ ഗുരുവായൂർ പോയപ്പോൾ നല്ല പാൽപ്പായസം, ഗുരുവായൂരപ്പൻ്റെ പാൽപ്പായസം ഉണ്ടായിരുന്നു. അതുപോലത്തെ പാൽപ്പായസം കുടിക്കണം. ഞാൻ ആദ്യം കാണിച്ചു തരാം. അല്ല നല്ലത് കുടിച്ച് പകുതി മണം നല്ല മധുരം കണക്ക് ഉണ്ടല്ലോ. പുളിയാന്ന് വിചാരിച്ച ഇരട്ടപ്പഴമുണ്ട്. ഇരട്ട കുട്ടികളുടെ അതുപോലെ ഞാൻ ഇരട്ടപ്പഴം കഴിക്കില്ല. നമുക്ക് ഇതെന്ത് പഴമേ? കദളിപ്പഴം. ഗുരുവായൂരിൽ നിന്ന് കിട്ടിയ കദളിപ്പഴവും കുറച്ച് പഴവും പിന്നെ ഇതല്ലേ എന്താ പറയാ, അതെ, വെണ്ണ എടുക്കുക. വലത് കൈയാണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് ഞാൻ ഫ്രണ്ട് ക്യാമറയിൽ വയ്ക്കുമ്പോൾ ഇങ്ങനെ മനസ്സിലാവാത്തോ. വെണ്ണ എടുക്കുക. ഇത് പിടിക്കുമോ? കുറച്ച് പഞ്ചസാര ഇടണം. ഓക്കെ, ഇതാ പഞ്ചസാര. ഗുരുവായൂരപ്പൻ്റെ ഇങ്ങനെ പഞ്ചസാര എടുക്കുക. കുറച്ച് പഞ്ചസാര എടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ വയ്ക്കുക. പഴത്തിൽ നീരുന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ മുക്കി പഞ്ചസാര ഇതും കൂടിയിട്ട് ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ കഴിക്കുക. ഇതാണ് ശരി പറഞ്ഞാൽ സ്വർഗം. വായന്നൊക്കെ വെള്ളം വീണു. വെള്ളം വന്നിട്ട് നിങ്ങൾ ഗുരുവായൂർ പോയി കഴിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും കഴിക്കണം. മേടിച്ചു കഴിക്കണം. നല്ല സ്വാദാണ്. ഗുരുവായൂരപ്പന് നമുക്കൊരു അനുഗ്രഹം ഉണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടുമെന്ന് പറയും. ഇതൊക്കെ എന്നാലും ഗുരുവായൂർ പോവാത്തവരാണെങ്കിലും ഗുരുവായൂരപ്പന് പോയി തൊഴണം. ഓക്കെ, ഞാൻ നമ്മുടെ വീട് തൃശ്ശൂരായിട്ട് ഞാൻ ഇടയ്ക്ക് അങ്ങനെ പോകാറുണ്ട്, തൊഴാൻ പറ്റാറുണ്ട്. ഞാനിത് വലത് കൈ കൊണ്ടാണ് കഴിക്കുന്നത് കേട്ടോ. ഇതാണ് എൻ്റെ വലത് കൈ, ഇതാണ് എൻ്റെ ഇടത്ത് കൈ. ഓക്കെ, അപ്പോൾ ബൈ ഗൈസ്, ബൈ.